ഹായ് ഡിയർ സ്റ്റുഡൻസ്, ക്രിസ്മസ് എക്സാം ദാ ഇങ്ങെത്തി. ഇനി 50 ദിവസം തികച്ചില്ല. 50 എന്ന് പറഞ്ഞ നമ്പർ കാണുമ്പോൾ ഒരുപാടുള്ള പോലെയൊക്കെ തോന്നും. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുക എന്നുള്ള കാര്യം. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസം ഒരു ചാപ്റ്ററിന്റെ മുകളിൽ പഠിച്ചാലേ ഇനി എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ക്രിസ്മസ് എക്സാം ആകുമ്പോൾ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. സ്കൂളിൽ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ട് പഠിച്ച് റിവൈസ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നിലവിൽ വിദ്യാഭ്യാസ കലണ്ടറിൽ December 8 എന്ത് ചെയ്യുന്നു, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്. മേ ബി ഒരു +2 to 3 days അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എന്തുണ്ട്, ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നതുകൊണ്ട് ആ ഡേറ്റിൽ ചില ക്ലാഷുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില കുട്ടികൾ വിചാരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്താൽ ഒരുപാട് സമയം ഉണ്ടാവുന്നു. മക്കളെ, ക്രിസ്മസ് എക്സാം നിങ്ങൾ 10ാം ക്ലാസ്സിൽ എങ്ങനെ നടന്നെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് എക്സാം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ലീവൊന്നുമില്ല. ചിലപ്പോൾ ഒരു ദിവസം 2 എക്സാംസ് ഒക്കെ വരും. കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സും ബയോളജിയും ഒരു ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരും. നിങ്ങൾക്ക് പഠിക്കാൻ കാര്യമായിട്ടൊരു ഗ്യാപ്പൊന്നും കിട്ടില്ല. ഇടയിൽ ഒരു ശനിയോ ഞായറോ കിട്ടിയാൽ ഭാഗ്യം. ഈവൻ ശനിയാഴ്ച പോലും എക്സാം നടന്ന ചരിത്രമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു 5 അല്ലെങ്കിൽ 6 ദിവസത്തിനുള്ളിൽ എക്സാം തീരും. അപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പഠിച്ച് തീർത്തേ പറ്റൂ. സോ ചാപ്റ്റേഴ്സ് നോക്കിയാലോ. സോ ഒറ്റ കാര്യം കൂടി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ ടേം 1, അതായത് ഓണപ്പരീക്ഷയിൽ ഈ ടേം 1 നടന്നു കഴിഞ്ഞാൽ ടേം 2 എന്ന് പറഞ്ഞ, അതായത് ക്രിസ്മസ് എക്സാം ഇല്ലേ, ക്രിസ്മസ് എക്സാമിന് ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് ഏതാ കൂടുതൽ ഉണ്ടാവുക, ടേം 2ൻ്റെ ടോപ്പിക്സ് മാത്രം. അതായത് ഓണപ്പരീക്ഷയ്ക്ക് ശേഷമുള്ള ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് സാധാരണഗതി വരാറ്. പക്ഷെ ഇത്തവണ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ടേം 1 നിങ്ങൾക്ക് നടന്നിട്ടില്ല. ഒഫീഷ്യലി ക്രിസ്മസ് എക്സാം ഓണപ്പരീക്ഷ നടന്നില്ല, അതായത് ടേം 1 നടന്നിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുക, ടേം 1നും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതൊരു പണിയാണ് മക്കളെ, അതൊരു ചതിയാണ്. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് പണി കിട്ടും. കാരണം മറ്റേത് ടേം 2 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓണപ്പരീക്ഷന്റെ ടോപ്പിക്സ് വലിയ കാര്യം നോക്കണ്ട, കുറഞ്ഞ മാർക്കിനേ വരുള്ളൂ. ഇതിൽ നിന്നും ചോദ്യം വരും, പാടൂലേ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ്, ഓരോ സബ്ജക്ട്സിലും 8 to 10 ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. സോ സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നേരത്തെ എഴുതി വെച്ചാട്ടോ. ഇംഗ്ലീഷിൽ നമുക്ക് ഏതൊക്കെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ ടേം 1, അതായത് ഓണപ്പരീക്ഷയ്ക്ക് സത്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, യൂണിറ്റ് 1 കംപ്ലീറ്റ് ഉണ്ടായിരുന്നു, യൂണിറ്റ് 2ൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ക്രിസ്മസ് എക്സാമിലേക്ക് ആ യൂണിറ്റ് 2ലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. യൂണിറ്റ് 3 കംപ്ലീറ്റ് ഉണ്ട്, യൂണിറ്റ് 4ഉം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഉണ്ട്. എനിക്കറിയില്ല അതിൽ ഒരു ചാപ്റ്റർ കൂടി ഉണ്ടോന്ന്. അതായത് യൂണിറ്റ് 4ൽ ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറഞ്ഞ പോയം വരെ ക്രിസ്മസ് എക്സാം ടോപ്പിക്സിനുണ്ട്. എൻ്റെ മോനെ കൂട്ടിക്കോ, ചാപ്റ്റേഴ്സ് നോക്കിക്കോ. 4, 6, 7, 10, 13 ഇംഗ്ലീഷിൽ വന്നു മക്കളെ. കൂട്ടിക്കോ 13 ഇംഗ്ലീഷിൽ വന്നു. ഇനി മലയാളത്തിലോട്ട് പോവാം. സെക്കൻഡ് ലാംഗ്വേജിന്റെ കേസിൽ മലയാളം സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് ആട്ടോ പറയുന്നത്. നിങ്ങൾക്ക് കിനാവുണ്ട്, കാഴ്ചയുണ്ട്, ഉള്ളറിവുണ്ട്, ഉറപ്പുണ്ട്. അപ്പോൾ ഉറപ്പ് എന്ന് പറഞ്ഞ ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഉറപ്പിൻ്റെ ഒരു പകുതി കൂട്ടിയാൽ മതി. കാരണം എന്താ അറിയോ, ഉറപ്പ് എന്ന് പറഞ്ഞ യൂണിറ്റ് ജാനുവരിയിലും കൂടി എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3.5 യൂണിറ്റ് ആണ്, ചാപ്റ്റർ അല്ല. ഇതിനുള്ളിലൊക്കെ വേറെ ചാപ്റ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലാംഗ്വേജിന്റെ കേസാണ് കേട്ടോ. ഇനി ഹിന്ദി എടുത്ത കുട്ടികളാണെങ്കിൽ എൻ്റെ മോനെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഞാൻ വായിച്ചുണ്ടാക്കണമെങ്കിൽ. ഡിസംബർ ആകുമ്പോഴത്തേനും ഇതെന്താണ്, പത്തർ കി ബെഞ്ചും സുജൻ കി ഓറും അതുവരെയുണ്ട്. കുറച്ചുണ്ട് അല്ലേ. ചാപ്റ്റേഴ്സ് നോക്കിക്കോ, 1, 2, 3, 4, 5, 6, 7 എണ്ണം. നിങ്ങൾ ഹിന്ദി എടുത്ത കുട്ടിയാണെങ്കിൽ 7 യൂണിറ്റ്സ് അല്ല, 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി അറബിയിലോട്ട് പോവുകയാണെങ്കിൽ അറബി ഞാൻ ചെറിയ ക്ലാസ്സിൽ നിർത്തിയാട്ടോ. വായിക്കുന്നത് ഞാൻ വായിച്ചാൽ തെറ്റും. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എന്തായാലും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് തരും. ഇതിൻ്റെ ഭാഗം അവിടെ കാണുന്നില്ല. ഓക്കെ, ഞാൻ അതിൽ സ്ക്രീൻഷോട്ട് തരാം കേട്ടോ. ഇതിൻ്റെ നോട്ട്സ് നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ അയക്കാൻ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അതിൽ നോക്കിയാൽ മനസ്സിലാവും. അവസാനത്തെ ഏതാണെന്ന് അത് വായിക്കാൻ കിട്ടുന്നില്ല. റെഡി? എന്തായാലും എത്ര ഉണ്ട് അറിയോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ചാപ്റ്റേഴ്സാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ 12 ആക്ടിവിറ്റീസ് ഉണ്ട്. അത്യാവശ്യം ഉണ്ട് കേട്ടോ, അറബിയിലും അത്യാവശ്യമുണ്ട്. ഇനി നമ്മളെ മാത്സിലോട്ട് പോവുകയാണെങ്കിൽ മാത്സ് നിങ്ങൾ വിചാരിച്ച പുള്ളിയല്ല. ഡിസംബർ ആകുമ്പോഴത്തേന് എത്ര ചാപ്റ്റേഴ്സ് തീരുന്ന അറിയോ, 12 ചാപ്റ്റേഴ്സ്. ആകെ പഠിക്കാനുള്ളത് 14 ചാപ്റ്ററാണ്. അതിൽ 12 എണ്ണം പഠിക്കണം ഡിസംബറിലേക്ക്. പണിപ്പാളും മക്കളെ, പണിപ്പാലും വെള്ളത്ത് കിട്ടും. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ +1 പൊതുവേ കുട്ടികൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ചാപ്റ്ററായ അതുവരെ എന്തുണ്ട്, എക്സാമിലുണ്ടാവും. ക്രിസ്മസിന് 12 ചാപ്റ്റേഴ്സ് മാത്സിലുണ്ട്.
കിട്ടും, പണി കിട്ടും, കിട്ടിയിരിക്കും. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പണി ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. ഇനി ഫിസിക്സിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ പേടി സ്വപ്നല്ലേ, അത് നിങ്ങളെന്താ വിചാരിച്ച 2-3 പാഠമെന്ന് വിചാരിച്ച ഏത് വരെ എന്താ അറിയോ? ഒഫീഷ്യലി തെർമോഡൈനാമിക്സ് 11ാം പാഠം വരെ ഉണ്ട്. ജീവൻ പോയി തുടങ്ങി അല്ലേ, പേടി തോന്നി തുടങ്ങി. വീഡിയോ നിർത്തി വേറെ എന്താ പരിപാടിക്ക് പോയാലോ? ബാക്കിയും കൂടി കേട്ടോ, അറിഞ്ഞു വെച്ചോ, കാര്യം ഇതൊക്കെ നമുക്ക് എന്തായാലും പഠിക്കാനുള്ളതാ. ഫിസിക്സ് 11 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ പൊതുവേ ഒരു തെർമൽ പ്രോപ്പർട്ടീസും ഒക്കെ എടുക്കും. തെർമോഡൈനാമിക്സിന് ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണ്ടെന്ന് പറയാം. അറ്റ്ലീസ്റ്റ് 10 എങ്കിലും നിങ്ങൾ ഫിസിക്സിൽ കൂട്ടണം. ഇനി ഈ 3 ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ തീർക്കുന്ന ഒരു ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രീ ബൂസ്റ്റർ എന്ന് പറഞ്ഞ ബാച്ച്, അതിൽ ജോയിൻ ചെയ്തവരുണ്ടാവും. ഇനി ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, നമ്മൾ ക്രിസ്മസ് എക്സാം പോർഷൻസ് കംപ്ലീറ്റ് നവംബർ 30-ന് മുമ്പിൽ തീർക്കുന്ന രീതിയിലായിരിക്കും പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ഉണ്ടാവുക. ജോയിൻ ചെയ്യാനുള്ളവർക്ക് പറയാൻ വേണ്ടിയാണ്. ഡിസംബർ 1 മുതൽ 7 വരെയുള്ള, അതായത് ക്രിസ്മസ് എക്സാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള വീക്കിൽ കംപ്ലീറ്റ്ലി റിവിഷൻസ് ഉണ്ടായിരിക്കും. ആ ചാപ്റ്റേഴ്സിനൊക്കെ മോഡൽ എക്സാംസും ഈ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ബാച്ച് ഒക്ടോബർ 28-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് പൈസ അടച്ച് സീറ്റ് ബുക്ക് ചെയ്യാം. 4299 മാത്രമേ ഫീസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ക്രിസ്മസ് എക്സാം ടോപ്പിക്സ് നമ്മൾ ഇതിനു മുമ്പ് തീർക്കും. ക്രിസ്മസ് എക്സാം മാത്രമല്ല കേട്ടോ, കംപ്ലീറ്റ് ഉണ്ട്. മാർച്ച് വരെയുള്ള പബ്ലിക് എക്സാം വരെയുള്ള ഫീസാണ് 4299 എന്ന് പറയുന്നത്. ഏർലി ബേർഡ് ഓഫറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡേറ്റ് ഓഫർ കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ബാക്ക് ടു ദിസ്. ഇനി കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ കുറച്ചൊരു ആശ്വാസമുണ്ട്. വെറും 7 പാഠേ ഉള്ളൂ. കാരണം ആകെ 9 പാഠേ ഉള്ളൂ. ആകെ 9 എണ്ണത്തിലുള്ള 7 ഉണ്ട്. 2 പാഠം മാത്രം മാറ്റി വെച്ചത് കേട്ടോ. സോ കെമിസ്ട്രിയിൽ റിഡോക്സ് റിയാക്ഷൻ വരെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബയോളജിൻ്റെ കേസ് ആണെങ്കിൽ ബയോളജി ഇതാണല്ലേ, ബോട്ടണിയുടെ കേസാണ്. ഇത് ബയോളജിയിൽ ബോട്ടണിയാണ്. ബോട്ടണിയുടെ കേസിൽ എവിടെ പേടാ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരെ എന്തുണ്ട്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരെ നിങ്ങൾക്ക് കവർ ചെയ്യാണ്ടാവും കേട്ടോ ഡിസംബറിൽ. അത്യാവശ്യം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം ബോട്ടണിയിൽ മാത്രം നിങ്ങൾ നോക്കിക്കേ, 7 പാഠം ബോട്ടണിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി സൂവോളജി ആണെങ്കിൽ ചാപ്റ്റേഴ്സ് കൂടുതലാണ് അല്ലേ, 8 പാഠം സൂവോളജിയിൽ വരുന്നുണ്ട്. അപ്പം മക്കളെ ഇത് പണി പാളും. കാരണം ബോട്ടണി 7-ഉം സൂവോളജി 8-ഉം ടോട്ടൽ 15 ചാപ്റ്റേഴ്സ് നിങ്ങൾ ബയോളജിയിൽ പഠിക്കുന്നുണ്ട്. പണി പാളാൻ ചാൻസ് വളരെ കൂടുതലാണ്. നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചോ. കാരണം ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെയാണ് പലരും പറയാറ്. ഇതിൽ പ്രത്യേകിച്ച് ഈ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീറ്ററി, ലോക്കോമോഷൻ പോലെ ചാപ്റ്റേഴ്സ് ക്രിസ്മസിൻ്റെ ടോപ്പിക്സ് ആയി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കുട്ടികൾ പൊതുവേ പറയുന്നുണ്ട്. സ്റ്റാർട്ടിങ് ചാപ്റ്റേഴ്സ് സോളജി വലിയ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ. ഇനി ലാസ്റ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് അവസാനം സ്ട്രിങ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫങ്ഷൻസ് വരെ ആയിരിക്കും എന്തുണ്ടാവുക, CS ആണെങ്കിൽ ഉണ്ടാവുക. സോ CS ആണെങ്കിൽ 9 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ബയോളജിക്കാർക്ക് 15-ഉം CS ആർക്ക് 9 ഉള്ളൂ. നമ്മൾ ഉറുദു, സാൻസ്ക്രിറ്റ് പോലുള്ള സബ്ജക്ട്സിൻ്റെ ചെയ്തിട്ടില്ല. നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാനത് നോക്കിയപ്പം എവിടെയും കിട്ടാനില്ല. അത് വളരെ കുറച്ച് പേര് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ റെയറായിട്ട് ചിലപ്പോൾ ഞാൻ പറയാത്ത സബ്ജക്ട്സിൻ്റെ ഒക്കെ ക്രിസ്മസ് ടോപ്പിക്സ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് ചോദിച്ചിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ പിന്നെ ഇത് വെക്കാം. അപ്പോൾ ബാക്കിയുള്ളവർ കൂടി അറിയാൻ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. ജോയിൻ ചെയ്യുകയാണെങ്കിൽ താഴെ ഫോം ഉണ്ടായിരിക്കും കേട്ടോ.